ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ് ഊട്ടി. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർക്ക് പടക്കാനുള്ള ഒരു പരിപാടിയാണ്. നോക്കട്ടെ, ബസ് സ്റ്റാൻഡിൽ പോയതിന് ശേഷം ബസ്സൊക്കെ കിട്ടി നേരെ വെച്ച് പിടച്ച്. സത്യം പറഞ്ഞാൽ ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ സീസൺ ആണല്ലോ, ഭയങ്കര റെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്, റൂമുകൾക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ബഡ്ജറ്റ് നമ്മളെ കൊണ്ട് താങ്ങില്ല. അപ്പോൾ ഇതൊരു പ്ലാനിലില്ലാത്തൊരു കേസാണ് ഇവിടെ സ്റ്റേ അടിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ വെച്ച് പടക്കാൻ നോക്കാം. ബസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകട്ടോ. കൃത്യമായിട്ട് ഒരു പ്ലാനും ഇല്ല. ഇന്നിവിടെ സ്റ്റേ അടിക്കണോ പോകണോ എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ റൂം കാര്യങ്ങളൊക്കെ നോക്കി, ലോഡ്ജൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. SCTCയുടെ ബസ്സാണ്. 9 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞു കോയമ്പത്തൂർ. എന്തായാലും വണ്ടി എടുക്കാൻ പോവാണ്. സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു യാത്ര ഈ ഒരു ബസ്സിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റ് കാണിച്ചു തരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണേലും ഇരിക്കാം. ഈ ഒരു ബസ് കയറി കഴിഞ്ഞാൽ കണ്ടോ, വിശാലമാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. കണ്ടക്ടർ നൈസായിട്ടൊന്ന് ചാമ്പി, അതായത് എവിടെ വേണേലും ഇരുന്നോളാൻ പറഞ്ഞ് ഞാനവിടെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് അവസാനം വണ്ടി എടുക്കാൻ നേരത്ത് പറയുകയാണ് ബാക്ക് പോയിട്ട് ഇരിക്കുക, 20 സീറ്റ് വരെ ബുക്കിംഗ് ആണ് പറഞ്ഞു. എന്തായാലും 20 ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇറക്കി വിടുമെന്നോ. ഞാൻ എന്തായാലും 20ലാണ് ഇരിക്കുന്നത്. 3 മണിക്കൂറോളാണ് നമുക്ക് റണ്ണിങ് വരുന്നത്. 9 മണിക്ക് അവിടെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടുന്ന് ബസ് എടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പോകുന്ന വഴിയിലൂടെ അറിയാം, പറയാം, കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഊട്ടിപ്പട്ടണത്തിലെ ഒരു സായന്തന വേളയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഊട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂരിലേക്കുള്ള ഈ ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ചുറ്റിലും നോക്കിയ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ട് ആ ഒരു ചുരമൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ, കോടയൊക്കെ മൂടിയിട്ടുള്ള ഒരു തണുപ്പ് ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഊട്ടിനോട് വിട പറയാൻ എനിക്ക് തീരെ താല്പര്യം വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് വഴികൾ ഞാൻ നോക്കി, ഒരു വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തോളം ഇവിടെ സ്റ്റേ അടിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് കറങ്ങിയടിച്ചതിന് ശേഷം പോകാമെന്ന് വരെ എല്ലാ വഴികളും ഞാൻ തപ്പി നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഇതാ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. ചുരമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കോടയൊക്കെ മൂടിയിട്ടുള്ള ഒരു സായന്തന വേള. അങ്ങോട്ടൊന്ന് നോക്കിയ ഗൈസ്. രക്ഷയില്ലാത്ത തണുപ്പ്. അതുകൊണ്ട് തന്നെ ജനൽ അടക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിൻഡോ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അവിടെ ഒരാൾ കിടന്നിട്ട് ഡയലോഗൊക്കെ അടിച്ച്. അപ്പോൾ ഞാനെന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവിടെ എന്തായാലും ജനൽ തുറന്ന് അവിടെ തെറിയാണ് കേട്ടോ. ഫുള്ള് സീനാണ്. അന്തമാതിരി ക്ലൈമറ്റ്, ഫുള്ള് കോടയൊക്കെ ആയിട്ട്, ഫുള്ള് സീനാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്, ഉറക്കത്തിലാണുള്ളത് ആ ഒരു തണുപ്പൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ആർക്കും ഈ തണുപ്പ് കണ്ട് പറ്റണില്ല, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ക്ലൈമറ്റ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ച് തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നമാതിരി ബസ് ആയതുകൊണ്ട് മാത്രം നമുക്ക് കുറച്ച് നേരം അഡ്ജസ്റ്റ് പണികളാം. ഒന്ന് താഴെ പോയതിനു ശേഷം, അല്ലെങ്കിൽ ഈ ഒരു കോടയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് നൈസായിട്ട് ആളൊന്ന് ഉറങ്ങട്ടെ. നമുക്ക് നൈസായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. നല്ല തണുപ്പും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ പുറത്ത്. പക്ഷെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥ, വിൻഡോ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്നെപ്പോലെ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ആ ഒരാളുടെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് പകുതി ആളുകളാണ് നേരെ തിരിഞ്ഞ്. അവർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. പക്ഷെ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാത്തവരെന്തിനാ ഊട്ടിയിൽ വന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ 100 ന്യായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇതങ്ങനത്തെ ഒരു ബസ്സാണ്, റിസർവ്ഡ് കാര്യങ്ങളൊന്നും
ബസ്സൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ആയാലും AC ബസ്സൊന്നും അല്ലല്ലോ. വിൻഡോ തുറന്നിട്ടിട്ട് പോകുന്നതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പക്ഷേ പകുതി യാത്രക്കാർ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിട്ട് ഭാഗമായിട്ട് നമ്മൾ അവരായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ദാണ്ട് ഇതേ അവസ്ഥയായിരിക്കും. പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. ഗൈസ് അങ്ങോട്ട് നോക്കിയാ ഒരു വണ്ടി അവിടെ നിൽക്കുന്നത് ചുരത്തിൻ്റെ നടുവിലാണ് കേട്ടോ. എന്തോ ചെറിയ പണി കിട്ടിയിട്ട് പോയിട്ടാണ് ഉള്ളത്. ചുരത്തിൻ്റെ സെൻറ്ററിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ പാതിരാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്കം വെട്ടാണ് കേട്ടോ ലോറിക്കാരുടെ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ. കുറച്ചങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് പഴയ ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ കഴിയും കേട്ടോ. അതായത് 2 ബെൻഡ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു പണ്ടത്തെ ചെക്ക് പോസ്റ്റ് വന്നിരുന്നത്. ഇപ്പോൾ താഴെ തന്നെയാണ് വരുന്നത്. അതായത് 9 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ 2 വീലേഴ്സിന് ഇവിടെ അലൗഡ് അല്ല. പിന്നെ 6 മണിക്ക് ശേഷമാണ് കടത്തി വിടുള്ളൂ. ഈ ഒരു വഴി ഞങ്ങൾ ഊട്ടിയിലേക്ക് വന്നിട്ടുള്ളതാണ് ആ ഒരു സമയത്ത്. കാരണം നട്ടപ്പാതിരാക്കി 2 മണിക്ക് പുലർച്ചയ്ക്ക് വന്നിട്ട് 6 മണി വരെ ആ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര സമയം 4 മണിക്കൂറോളം ആ ഒരു കാട്ടിൽ ഇതാണ്ട് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ്. ഭയങ്കര നൊസ്റ്റാൾജിക് മൊമെന്റ്, നൊസ്റ്റാൾജിക് ഏരിയ, വേറെ ലെവല്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങിയിട്ട് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ആ പുതിയ ചെക്ക് പോസ്റ്റ് ഇവിടെയാണ് വരുന്നത്. പ്രൈവറ്റ് വാഹനത്തിൽ ഊട്ടിയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ബസ് പോകുന്നത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കാണ്. അതുവരെയുള്ളൊരു കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കോയമ്പത്തൂർ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നേരെ വണ്ടി ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ. അങ്ങനെ നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് പോകാനാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര ഞാനിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണേ. ഈ ഒരു ബസ്സിൽ നമുക്ക് ഊട്ടിയിൽ നിന്നും ഗാന്ധിപുരത്തേക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 100 രൂപയെ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല യാത്രനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമുക്ക് ആ ഒരു വിൻഡോ ഒക്കെ തുറക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് അത് എല്ലാവരുടെയും സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാകും. ബാക്കി എല്ലാവർക്കും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ മാത്രം വലിയ ഡയലോഗ് അടിച്ചു. അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും അല്ലി ബില്ലി അത്രയേ ഉള്ളൂ ചീളി കേസ്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോകുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ പടങ്ങൾ അള്ളി പീശി വാരി കോരി എറിഞ്ഞോളുക. സപ്പോർട്ടുകൾ കൂമ്പാരമാകുമ്പോൾ കലാപരിപാടികൾ ഉഷാറാകുന്നു എന്നല്ലേ പണ്ടാരോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.